ശബരിഗിരി വാഴുന്ന സർവേശ്വര പ്രബലവര മണ്ഡലാധിപകുമാര യോഗമെന്നുണ്ടൊന്നു കാണുവാൻ തവ പാദയുഗളമീ തരുണികൾക്കഖിലനാഥ പാദയുഗളമീ തരുണികൾക്കഖിലനാഥ ಶಿವಮೋಹಿನಿ ಸುತ ಅಮರಾದಿ ವಂದಿತ ತವ ಕಥಗಳೋದುವುದು സുഹൃതം സുചരിത പൈതൽ പിറന്നിടാൻ ബഹുതപം ചെയ്യുകയാൽ കൈവന്നു രാജന്നു നിധി പോലൊരുണ്ണി ഓമൻ കഴുത്തിൽ കിലുങ്ങുന്ന മണി കണ്ടു നാമമന്നേകി അവരന്നു മണികണ്ഠ സന്തോഷം പുലർന്നിടുന്ന പന്തളകാലം കടന്നുപോകുന്നു. ആയോധന കലകളിലും ശാസ്ത്രത്തിലും പ്രാഗൽഭ്യം നേടാൻ മണികണ്ഠനെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് അയക്കാൻ പിതാവ് തീരുമാനിക്കുന്നു. താഴ്വാര മധ്യത്തിലെ ഗുരുകുലത്തിൽ മണികണ്ഠൻ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം വിദ്യകളെല്ലാം അഭ്യസിച്ചു തുടങ്ങുന്നു. പടിപൂജനം പ്രകൃതി ശിവനോട് ചേർന്നമരുമഴകാർന്നിടം സുന്ദരം മന്ദിരം സുരസമ്മതം ഓങ്കാര
ഭജേഹം ഭജേഹം നമാമി. എന്നാളുമെന്റെ പൊന്മണി കണ്ട സ്വാമിക്ക് കൃതമാലെ അഭിഷേകമാണ്. മുജ്ജന്മ പാപവും ഈ ജന്മ പാപവും നീയെ പൊറുക്കുന്നു സ്വാമി. അഭയം തരുമമര നിടിലം നിറമായി ഒഴുകുമരിയ നദിയും. അഭയം തരുമമര നിടിലം നിറമായി ഒഴുകുമരിയ നദിയും. അറിവിൻ നിറവായി പൊരുളിൻ ഉറവായി തെളിയും ഓങ്കാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. ഓങ്കാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. അകമെന്നുമയ്യന്റെ മണിമന്ദിരം നിനവെന്നുമയ്യന്റെ പടിപൂജനം. പ്രകൃതി ശിവനോട് ചേർന്നവരുമഴകാർന്നിടം സുന്ദരം മന്ദിരം സുരസമ്മതം. ഓങ്കാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. ഓങ്കാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. വിവേകശാലിയായ രാജപുത്രന്റെ ഗുരുകുല വിദ്യാഭ്യാസം അവന്റെ അറിവിനെ കൂടുതൽ ശോഭനമാക്കി. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങൾക്കും പുറമെ ഉലകിലെ എല്ലാ ആയോധന കലകളിലും ഹരിഹരപുത്രൻ പയറ്റി തെളിയുന്നു. ഗുരുവിന്റെ സങ്കട ദൂരീകരണം എന്ന വണ്ണം ജന്മനാ സംസാരശേഷിയില്ലാത്ത ഗുരുപുത്രന് ഹരിഹരനാമത്താൽ സംസാരശേഷി നൽകി മണികണ്ഠൻ ഗുരുപ്രസാദത്തിന് പാത്രമായി. പകരം താനൊരു ദേവാദിദേവപുത്രനാണെന്ന രഹസ്യവും തന്റെ ജന്മോദ്ദേശവും ഗുരുദക്ഷിണയായി വെളിപ്പെടുത്തി ഈ ഗുരുദക്ഷിണ ഒരു രഹസ്യമായി മനസ്സിൽ കാക്കണമെന്നും ഗുരുവിനോട് അരുൾ ചെയ്തു വണങ്ങി മണികണ്ഠൻ പന്തളം കൊട്ടാരത്തിലേക്ക് യാത്രയായി.